നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ രോഗാവസ്ഥ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു മനോരോഗമാണ്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ട്രീറ്റബിൾ മെൻ്റൽ ഡിസോർഡർ വിച്ച് അഫക്ട്സ് എ പേഴ്സൺസ് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ, leading to an inability to control the usage of legal and illegal drugs, alcohol and some prescription medications. അതായത് ഈ രോഗം ഒരാളുടെ മസ്തിഷ്കത്തെയും സ്വഭാവത്തെയും സ്വാധീനിച്ച് തൽഫലമായി ചില പദാർത്ഥങ്ങൾ, അത് നിയമാനുസൃതവും അല്ലാത്ത ഡ്രഗ്സ്, മദ്യം, അതുപോലെ തന്നെ ചില പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ, ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കും. ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണെങ്കിൽ പോലും ഇത് വളരെ കാലം നീണ്ടു നിൽക്കുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പോസിബിലിറ്റി ഓഫ് റിലാപ്സ്, വളരെ കൂടുതലുമാണ്. അഡിക്ഷൻ അഥവാ പദാർത്ഥത്തിന് അടിമപ്പെടുക എന്നുള്ളത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയാണ്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം അവരുടെ വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് 2022 പറയുന്നത് ഇന്ന് ലോകമെമ്പാടും ഏകദേശം 284 ദശലക്ഷം പദാർത്ഥ ഉപയോഗക്കാരുണ്ട് എന്നാണ്. പദാർത്ഥ ഉപയോഗത്തിന് അടിമപ്പെടുന്ന ഒരാൾ, അയാൾക്ക് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഇതുമൂലം അവരുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു.